ഇസ്രായേലിന് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ കുടുംബം എന്ന് പറയുന്നത് ഈ ഗോത്രങ്ങൾ തിരിച്ച് കുടുംബങ്ങൾ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. എങ്കിലും അവരൊറ്റ ഇസ്രായേൽ എന്നുള്ള പേര് അറിയപ്പെടുമായിരുന്നു. ഈ ഗോത്രങ്ങളിൽ തന്നെ ഓരോരോ അപ്പന്മാർക്ക് ഓരോരോ മക്കൾ അടങ്ങുന്ന ഒരു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെസഹ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതായത് ഷിബു എന്ന് പറയുന്ന ഒരു ഒരു കുടുംബം, അതുപോലെ ലിജു എന്ന് പറയുന്നത് മറ്റൊരു കുടുംബം. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു ഗോത്രമാണ്, ജേവിഡിയം ഗോത്രത്തിലുള്ളതാണ്. ജേവിഡിയം എന്ന് പറഞ്ഞ ഒരു പിതാവിന്റെ മക്കളാണ് ഞങ്ങളെല്ലാം. അപ്പോൾ ഷിബു എന്ന ഒരു ഗോത്രത്തിന്റെ കുറെ മക്കൾ, ലിജു എന്ന ഗോത്രത്തിന്റെ കുറച്ച് മക്കൾ, ബൈജു എന്ന ഗോത്രത്തിന്റെ മക്കൾ, നോബി എന്ന ഗോത്ര പിതാവും മക്കളും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പിന്നെ ഈ ജേവിഡിയം എന്ന് പറയുന്ന ഒരു അപ്പന്റെ മക്കളാണെങ്കിലും ഈ മക്കൾ പലതുണ്ടെങ്കിൽ ആ മക്കൾക്ക് തന്നെ ഓരോ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗോത്രങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ഒരു 10-70 പേര് കാണും. ഈ 10-70 പേര് അടങ്ങുന്ന ഒരു കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും പെൺപിള്ളാരും കുഞ്ഞുങ്ങളും ഒരു കുടുംബത്തിൽ ഒത്തുചേരും. ആഴ്ചയിൽ ഒരിക്കൽ ഇവർ ഒത്തുചേരുകയും ഒക്കെ ചെയ്യും. അവിടെ ഒരൊറ്റ തീരുമാനമാണ്. മുതിർന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ, അപ്പന്മാരെടുക്കുന്ന തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും മക്കളെല്ലാം പോകുന്നത്. ഇനി ഇതാണ് ഇസ്രായേലിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ അപ്പന്മാരുടെ ഈ സംഘടനയിൽ നിന്ന്, അപ്പന്മാരുടെ ഈ ഗോത്രങ്ങളിൽ നിന്ന് ഒരുത്തൻ ഈ പറയുന്ന സെപ്പറേറ്റ് ക്യാരക്ടർ, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് ഈ ട്രഡീഷൻ ഒന്നും വേണ്ട, ഐ ആം ഡിഫറൻറ്റ്, എൻ്റെ വഴി വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് അവനെ വിളിക്കുന്ന പേരാണ് ധൂർത്തപുത്രൻ. അവൻ വീട് വിട്ടിറങ്ങുന്നവനാണ്. അവൻ ഈ ഗോത്രവുമായിട്ട് ബന്ധമില്ലാത്ത, അവൻ സെപ്പറേറ്റ് ചിന്തിക്കുന്നവനാണ്. അവൻ പുറത്ത് അവന്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകാരുമായിട്ട് പോകുന്നതാ, അവന്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നയാ. അവനെ വിളിക്കുന്ന പേരാണ് ധൂർത്തപുത്രൻ എന്നാണ് അവനെ വിളിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വേർവിട്ട് നിൽക്കുന്ന സ്വഭാവമുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ കുട്ടികളും മനസ്സിലാക്കിക്കൊള്ളുക. ബ്രദർ, ഈ പറയുന്ന ക്യാരക്ടർ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം കേട്ടോ. ബ്രദർ, ഈ പറയുന്ന ക്യാരക്ടർ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ശ്രദ്ധിക്കേണ്ട ക്യാരക്ടർ ഇതാണ്. ഒന്ന്, എല്ലാ തീരുമാനങ്ങളിലും ഒരു ബഹളം നിങ്ങൾ ഉണ്ടാക്കും. ഒരു തീരുമാനവും നിങ്ങൾ കുടുംബത്തോട് ചേർന്ന് നിങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കത്തില്ല. നിങ്ങൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കും, നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും, അവിടെ ഒരു കരച്ചിലും ബഹളവും ഒക്കെ നിങ്ങളുണ്ട്. അത് മുതിർന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ക്യാരക്ടർ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതാണ് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം. അതാ, കുടുംബമായിട്ട് ഒന്നിച്ചുള്ള തീരുമാനത്തിൽ അവർ പങ്കാളിയാവത്തില്ല. രണ്ടാമത്തത്, കുടുംബത്തിന്റെ ഒരു നല്ല ഒരു കാര്യം നടന്ന, ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു മരണം ആയിക്കോട്ടെ, ഒരു അടക്കം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാന ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ മനസ്സോടുകൂടി ചില അപ്പന്മാരെ, ചില കുടുംബങ്ങൾ സംബന്ധിക്കാറില്ല. അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അത് ഈ കുഞ്ഞിലെ വരുന്നതാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരാകുമ്പോൾ കയറി വരുന്നതാണ്. അമ്മ, അപ്പൻ, സഹോദരി എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകും. ഇവൻ മാത്രം പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, ഇവൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. കണ്ടിട്ടുണ്ടോ? അമ്മ, അപ്പ, പിന്നെ ഈ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പള്ളിയിലോട്ട് ഒരുമിച്ച് പോകുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുക. നിങ്ങൾ പോയിക്കോ, ഞാൻ സെപ്പറേറ്റ് വന്നോളാം. ഈ കൊച്ചുങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ശാസിക്കണം. അത് സെപ്പറേറ്റ് ക്യാരക്ടർ, അത് അപകടം ഉണ്ടാക്കും. ഫ്യൂച്ചറിൽ അത് അപകടമാണ്. എല്ലാവരും കൂടെ പറയാ, നമുക്കിന്ന് പിന്നെ ഒന്ന് ബീച്ചിലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പാർക്കിലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോ കുറച്ചു നേരം പോയിരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. സെപ്പറേറ്റ് ക്യാരക്ടർ അത് വലിയ അപകടമാണ്. അത് വലിയ കുടുംബമായിട്ടൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ രോഗാവസ്ഥ ഇല്ലെങ്കിൽ, എന്ന് വെച്ചാൽ പല രോഗാവസ്ഥ ഉള്ളവരുണ്ടാവും ചില സാഹചര്യങ്ങളിൽ. അവർ പറയാം, എനിക്ക് ഈ രോഗമായതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ന്യായമുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വരാൻ മടി കാണിക്കും. ആണെങ്കിൽ അത് സൂക്ഷിക്കണം. അതാണ് സെപ്പറേറ്റ് ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത. കുട്ടികളിൽ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം,
ഇനി ശ്രദ്ധിക്കണമേ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം അഭിപ്രായം എത്ര മോശമാണെങ്കിലും, അത് ഒരിക്കലും കൊള്ളാത്തൊരു അഭിപ്രായമാണ്, അത് എത്ര മോശമാണെങ്കിലും അത് സ്ഥാപിക്കാൻ ബഹളം ഉണ്ടാകും. അത് സ്ഥാപിക്കാൻ, അത് റൈറ്റ് ആണെന്ന് പറയും. നമ്മൾ എന്തുകൊണ്ട് ഈ കമ്മിറ്റിയൊക്കെ വെക്കുന്നത് എന്ന് പറഞ്ഞ ഏകാധിപത്യം അപകടം. അത് സെപ്പറേറ്റ് ക്യാരക്ടർ ഉണ്ടാകും ഏകാധിപത്യത്തിൽ. അത് കാരണമാണ് നമ്മൾ ഈ കമ്മിറ്റി വെക്കുന്നത്. കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് ധ്യാന ഗുരുക്കന്മാർ വരെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ആധിപത്യം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇതെന്താണ്? സ്വന്തം അഭിപ്രായം മോശമാണെങ്കിലും, വളരെ മോശമാണെങ്കിലും അത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. നാലാമത്തത്, നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ വിഷയം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഉളുപ്പെന്ന് പറഞ്ഞൊരു സംഭവം കാണത്തില്ല. ഈ ഉളുപ്പെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഉളുപ്പെന്ന് പറയും നാട്ടില്. എന്താ അറിയോ? ഞങ്ങൾ ഈ പത്തനംതിട്ട പുനലൂര് കൊല്ലംകാർക്കൊക്കെ അറിയാം ഉളുപ്പെന്ന് പറഞ്ഞ. ബാക്കിയുള്ളവർക്ക് അത് അറിയോ എന്ന് അറിയത്തില്ല. അതിന് എന്താ പറയുന്നത്? ഈ ഷെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതാണ് ഈ മാനഹാനി എന്ന് പറയുന്നത് അതൊന്നും ഒരു വിഷയമേ അല്ല. അതാണ് ഉളുപ്പില്ലാത്ത ഒരവസ്ഥ. അപ്പം ദുഷ്കീർത്തി, മോശമായ പേരുണ്ടായാലും ദുഷ്കീർത്തി ഉണ്ടായാലും അതിൻ്റെ അകത്തൊന്നും ഒരു കഴമ്പും കാണിക്കത്തില്ല. അതാണ് സെപ്പറേറ്റ് ക്യാരക്ടറിന്റെ പ്രത്യേകത. അതിൻ്റെ അകത്തൊന്നും അവർക്ക് അതൊരു വിഷയമേ അല്ല. മാതാപിതാക്കൾ പറയോ, എടാ നീ ഇങ്ങനെ അങ്ങ് നശിക്കാതടാ എന്ന് പറഞ്ഞാൽ ഇവനൊരു ഉളുപ്പ് കാണത്തില്ല, ഇവക്കും കാണത്തില്ല. അതായത് 14 വയസ്സേ ഉള്ളൂ, അമ്മയുടെ മുമ്പിൽ പറയും അത് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ല. ആളിച്ചിണിയേ ഉള്ളൂ, 14 വയസ്സേ ആയുള്ളൂ. അതായത് 13 വയസ്സിൽ നിന്ന് ഒന്ന് കയറി വന്നതേ ഉള്ളൂ. അതായത് കുപ്പിപ്പാല് ഒന്ന് മാറ്റി വെച്ചിട്ട് മന്ദം നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കുപ്പിപ്പാലേ മാറ്റി വെച്ചിട്ട് മന്ദം നടക്കാൻ തുടങ്ങിയേ ഉള്ളൂ. അമ്മയുടെ മുമ്പിൽ വന്നിട്ട് പറയാ, എന്നെ കെട്ടായിരിക്കുന്ന പയ്യനാ, ഇച്ചിരി കൂടെ അഴിച്ചു വിട്ട് അവള് പ്രസവിക്കും പിറ്റേ ആഴ്ച. ഉളുപ്പില്ലെന്നേ. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് എന്റെ കാര്യം. സുഭാഷിതം 18:1-3. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു. സദൃശവാക്യങ്ങൾ എന്ന് പറയാം. 66 പുസ്തകമുള്ളവര് സദൃശവാക്യങ്ങൾ നോക്കുക. 18 നോക്കുക. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു. അവൻ എപ്പോഴും ഈ വേറിട്ട് നിൽക്കുന്നവന്റെ ഇംഗ്ലീഷ് വാക്കാണ് സെപ്പറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ഞാനിപ്പോ പഠിപ്പിക്കുന്ന സാധനം. അവൻ എല്ലാ കുടുംബത്തിന്റെ ഏത് തീരുമാനം വന്നാലും അവൻ മറുതലിക്കും, അല്ലെങ്കിൽ അവൾ മറുതലിച്ച് നിൽക്കും. ഒരു മറുതലിപ്പിന്റെ സ്വഭാവം കാണിക്കും. ഇനി അടുത്തത് വായിച്ചു നോക്കിക്കോ. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. അതാണ് ഞാൻ ഈ പലരെയും ടീമങ്ങളെ വഴക്ക് പറയും. നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കുക. ഈ കുരുകുരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കാതെ അങ്ങോട്ട് പറയുന്നത് കേൾക്കുക എന്ന് പലരെയും ഞാൻ വഴക്ക് പറയാനുള്ളത്. അത് ഈ ഭോഷത്വ ഉള്ളിൽ കിടക്കുന്നത് കാരണം. അതേസമയം ജ്ഞാനി ആവാൻ ആഗ്രഹിക്കുന്നവർ അഡ്വൈസ് കേൾക്കും. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. നമ്മുടെ ജീസസ് വിഷനിലേ ഉള്ളൂ കുറച്ചെങ്കിലും ഈ പെൺപിള്ളേരും ആൺപിള്ളേരും യൂത്ത് ഉള്ളത്. നിങ്ങളിന്ന് പോയിട്ട് മറ്റു ഗ്രൂപ്പുകളിൽ നോക്ക്, കുറച്ച് അമ്മച്ചിമാരുണ്ട്, കുറച്ച് അപ്പച്ചന്മാരുണ്ട്. ആ ചെറുപ്പക്കാരില്ല. ചെറുപ്പക്കാർക്കിന്ന് ബൈബിള് വേണ്ട. ചിന്തിച്ചു നോക്ക്. അപ്പൊ എത്രമാത്രം കേരളത്തിൽ പൈശാചികത ചെറുപ്പക്കാരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇവിടെയാണ് വിശുദ്ധരായ കുട്ടികൾ ജനിക്കേണ്ടത്. എല്ലാവരും നഷ്ടപ്പെട്ടാലും കുട്ടികളെ നിങ്ങൾ ഒരാൾ തീരുമാനം എടുക്കണം, എനിക്കെങ്കിലും നന്നാവണം എന്ന് തീരുമാനം എടുക്കണം. അപ്പൊ നമ്മൾ ആ വചനം എന്താണ് വായിച്ചത്? വായിച്ചോ. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. അടുത്തത്
ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു. ഈ ദൈവത്തെ അറിയാതെ, ഈ പ്രാർത്ഥന ഇല്ലാതെ ആമ്പിള്ളാര് പെമ്പിള്ളാര് നിങ്ങൾ കേട്ടോളുക, ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പറയുന്ന വചനം നിങ്ങളുടെ മേൽ ബാധിക്കും. ആ ക്യാരക്ടറിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അവജ്ഞ, മറ്റുള്ളവർ അവജ്ഞയോടെ നിങ്ങളെ നോക്കുന്ന തരത്തില് നിങ്ങളിൽ ദുഷ്ടതയുണ്ടാവും, അപമാനം വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ദൈവഭാഗത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. നിങ്ങളുടെ കൺട്രോൾ, ദൈവവചനം നിങ്ങളെ കൺട്രോൾ ചെയ്യണം. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി കുട്ടികൾ ഇപ്പോഴേ തയ്യാറാവണം. അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഭരിക്കാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അടുത്തത് ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത വിഷയത്തിലേക്ക് വരാം. അത് അടുത്തൊരു ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾ വളർന്നു വരുന്ന ഒരു ക്യാരക്ടറാ. കേൾക്കണേ, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണേ. നിങ്ങളിൽ വളർന്നു വരുന്ന ക്യാരക്ടർ നിങ്ങളത് ശ്രദ്ധിക്കണം. തനിക്ക് അനുകൂലമില്ലാത്ത തീരുമാനം. ഇപ്പൊ ശിവബ്രദർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല, നിങ്ങൾക്കെതിരാ. അങ്ങനെ അനുകൂലമല്ലാത്ത ഏത് തീരുമാനമാണോ ഒരു ദൈവദാസൻ പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത്, ആ തീരുമാനം പറയുന്നവനെ ശത്രുവായിട്ട് കാണുക. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പറയുന്ന വ്യക്തി മാത്രമാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് പ്രതികൂലമായ ഒരു വചനപ്രഘോഷണമോ ഒരു ഉപദേശമോ വന്നാൽ ആ വ്യക്തി കൊള്ളില്ല, ആ വ്യക്തിയെ നിങ്ങൾ അംഗീകരിക്കത്തില്ല, മിണ്ടത്തില്ല, നിങ്ങൾക്ക് കാണുന്നത് കലിയ. ഈ ക്യാരക്ടർ നിങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരായാലും ആരായാലും, പാസ്റ്ററായാലും അച്ഛന്മാരായാലും ആരോടാണെങ്കിലും നിങ്ങൾക്ക് അതിൽ വിരോധമാണ്. ഇനി അപ്പനമ്മയോടാണെങ്കിലും നിങ്ങൾക്ക് വിരോധമാണ്. അങ്ങനാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ വലിയ അപകടത്തിലേക്കാണ് നിങ്ങളുടെ ക്യാരക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം അത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരി അവളുടെ അപ്പന്റെ അനിയന്റെ മോനെ കൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ അവനെ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്ന അവന്റെ കുറെ പാവങ്ങള് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റകൃത്യങ്ങള്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അപ്പൊ ഞാനെന്ത് പറട്ടെ, അവനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി വചനം കൊടുത്ത് ഇങ്ങനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, നിന്റെ ഈ പോക്ക് അപകടമാ. അവൻ കുറെ നേരം കേട്ടോണ്ടിരുന്നിട്ട് അവനങ്ങ് ദേഷ്യമായി. അവൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ബ്രദർ പറയുന്നു ഞാൻ പാപിയാ, ഞാൻ കൊള്ളരുതാത്തവനാ, ഞാൻ കുറ്റക്കാരനാ, ഇതിങ്ങനെ ബ്രദർ പറയുന്നു, ഞാൻ എന്ത് പാപം ചെയ്തെന്നാ, ഞാൻ എന്ത് കുറ്റം ചെയ്തെന്നാ ഈ ബ്രദർ കിടന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായത്, എടാ ഞാനാ മണ്ടൻ. കാരണം ഇവന് പാപബോധമില്ല. ഒരുവന് പാപിയാണെന്ന് അവന് തോന്നണമെങ്കിൽ അവൻ ആദ്യം വേണ്ടത് പാപബോധമാണ്. പാപബോധം ഇല്ലാത്ത ഒരുവനെ നോക്കി നമ്മൾ നിന്റെ റൂട്ട് ശരിയല്ലടാ എന്ന് പറഞ്ഞാൽ അവൻ ബഹളം വെക്കും, അവൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ മോശക്കാരനാണെന്ന് പറയാൻ അങ്ങേരാരാ ഞാൻ മോശക്കാരനാന്ന് പറയാം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്ത് നെറികേട് കാണിച്ചു? ഞാൻ എന്ത് മോശം പരിപാടി കാണിച്ചത്? ഇത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദർ എണ്ണി ഒന്ന് പറ, എൻ്റെ പാവങ്ങൾ ഏതാ? ഞാൻ കുറെ നേരത്തെ ഇങ്ങനെ സ്തംഭിച്ചെന്ന് പോയി. ഞാൻ ചോദിച്ചേടാ, നീ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചു, അത് പാവമല്ലേ, എല്ലാവരും ചെയ്യുന്നില്ലയോ? ശരി. ഞാൻ ചോദിച്ചു, നീ മദ്യപിക്കും? എല്ലാ ദിവസമാണ്, ആഴ്ചയിലാണ്? ജോലി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും മദ്യപിക്കും. നിനക്ക് എത്ര വയസ്സുണ്ട്? 19 വയസ്സ്. എങ്ങനെയുണ്ട്? 19 വയസ്സുണ്ട്, ആ മദ്യപിക്കും. ശരി. നീ അടിയുണ്ടാക്കി കേസ് എത്രണ്ണമുണ്ട്? 2 കേസുണ്ട്. അത് എന്നെ അടിക്കാമെന്ന് ഞാൻ തിരിച്ചടിച്ചു. എന്റെ വീട്ടുകാരെ തെറി വിളിച്ചു, ഞാൻ അവനെ അടിച്ചു. അതിൽ എനിക്കെന്താ തെറ്റെന്താ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് പാപബോധം ഇല്ല. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ
അവരെ നോക്കിയിട്ട് നിന്റെ റൂട്ട് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എവിടാ തെറ്റ് ചെയ്തത് എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് തന്നെ മാതാപിതാക്കളെ, നിങ്ങളുടെ ഭാഗം തന്നെയാണ് തെറ്റ്. എന്താ കാരണം എന്നറിയോ? പാപബോധം ഉണ്ടാകുന്നത് വചനം കേൾക്കുമ്പം മാത്രമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വചനമില്ല, ഈ കുഞ്ഞുങ്ങളെ വചനം കേൾപ്പിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം കുഞ്ഞുങ്ങൾക്ക് പാപബോധം എന്താണെന്നറിയത്തില്ല. പാപബോധം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം വരുത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ അവന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ നീ പുണ്യാളനാ, നീ ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തടാ, നീ ഇപ്പൊ ഒരു കുഴപ്പമില്ല, നിന്നിൽ ഒരു തെറ്റുമില്ല. നീ ഒരു കാര്യം ചെയ്യ, ബന്ധനമോചന ധ്യാനമുണ്ട്, നീ അതിൽ വരാവോ? എന്റെ റിക്വസ്റ്റിൽ വരാം, നിനക്ക് പ്രത്യേക സീറ്റൊക്കെ ഞാൻ ഇട്ടുതരാം, എന്റെ ഒരു ഗസ്റ്റായിട്ട് വന്നാൽ മതി. അങ്ങനെ ഇപ്പൊ ബന്ധനമോചന ധ്യാനം വന്നു. അവൻ അവന്റെ ചേട്ടനെ വിളിച്ചോണ്ടുവന്നു. അങ്ങനെ ബന്ധനമോചന ധ്യാനത്തിന് വന്നു. മൂന്നാമത്തെ ദിവസം എത്തി. അന്ന് 5 ദിവസമായിരുന്നു. മൂന്നാമത്തെ ദിവസം എത്തിയപ്പോൾ അവന്റെ ചേട്ടൻ ഹാളിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഓടി. മൂന്നാമത്തെ ദിവസം എത്തിയപ്പോൾ ഇവൻ തൊട്ടു പുറവേ ഓടി. തിരുവനന്തപുരത്തായിരുന്നു അന്ന് ധ്യാനം നടന്നത്. ഓടി, ഇവന്റെ വീട്ടുകാർ തൊട്ടു പുറകെ ഓടി. ഇവൻ പോയി ഒരു തൂണെ പോയി ഇറുക്കി കെട്ടിപ്പിടിച്ച് തൂണെ കടിക്കുന്നു, ഇടിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇവന്റെ ചേട്ടൻ. എന്റെ ക്ലാസിന്റെ സമയ, ഈ പാവത്തിന്റെ ക്ലാസിന്റെ, ശാപത്തിന്റെ ക്ലാസിന്റെ സമയ. ഇവൻ ഈ ക്ലാസ് എല്ലാം കൂടെ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഓടിച്ചെന്ന് ഒരു തെങ്ങയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് തെങ്ങി കടിക്കുമായിട്ട്. അവസാനം എല്ലാരും കൂടെ ഇവനെ പിടിക്കാൻ പോയവനും നിലവിളി. ഏതാ, എന്നിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചില്ലയോ? അവനും കരച്ചില്ലേ. അവസാനം അവന്റെ വീട്ടുകാരെല്ലാം കൂടെ ഓടി ആശ്വസിപ്പിച്ച് സംഭവിച്ചു വെച്ചു പറഞ്ഞു, ഞങ്ങൾ ഇത്ര കൊടും ഭാവിയാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ, ഞങ്ങളുടെ ഈ പിന്നെ അവന്റെ പാപം മോചിക്കപ്പെടുന്ന ശുശ്രൂഷ പിന്നെ ചെയ്തു. അത് കഴിഞ്ഞ് അവന്മാര് സമാധാനമായി. എത്രയോ നാളുകൾ ജീസസ് വിഷന്റെ അടുക്കളയിൽ വന്ന് പ്രേക്ഷിത വില ചെയ്തു. പാപപരിഹാരം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നോക്കിയേ, വചനം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിച്ചവൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി വിട്ട് നിലവിളിച്ചത്. ഇന്ന് ഞാൻ ഈ ക്ലാസ് പറയുമ്പോൾ അതിന്റെ സാക്ഷികൾ ഈ സൂം പ്രയറിലുണ്ട്. ഇവരൊക്കെയാണ് ഇതിൽ പലരും പിടിക്കാൻ പോയവരുണ്ട്. അതാണ്, മക്കൾക്ക് വചനം കേൾക്കണം. മക്കൾ വചനം കേട്ടാലേ അവർക്ക് പാപബോധം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പാപബോധം ഉണ്ടാവത്തില്ല. ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ധാരണയിൽ നിൽക്കും. അതാണ് എന്റെ കാര്യം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പറയുന്നത്, താൻ പറയുന്നതെല്ലാം ശരിയെന്ന് പറയുന്ന പ്രവാചകരെയോ അച്ഛന്മാരെയോ മാത്രമേ ഈ കൂട്ടർക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവരെ ഇഷ്ടമല്ല. ഒരിക്കൽ ഒരു സ്ത്രീ വസ്തു വിൽക്കാൻ വന്നിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് എടുക്കാൻ വന്നതാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ, എനിക്ക് വസ്തു വിൽക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, കർത്താവ് വിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരെന്നോട് ചോദിക്കുക, വിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കർത്താവ് എന്ന് എന്റെ കടബാധ തീർത്ത് തരുമോ? എനിക്ക് വിറ്റില്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ പിന്നെ എന്തിനാ മെസ്സേജ് എടുക്കുന്നത്? അങ്ങ് വിറ്റൂടെ? അല്ല, കർത്താവിന്റെ പദ്ധതി എന്താണെന്ന് അറിയണം, ഒന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു, കർത്താവ് വിൽക്കണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് കർത്താവ് പറയും, അങ്ങനെ വിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോ, ഓടിക്കോളാൻ പറഞ്ഞു. അത് മനസ്സിലായോ? ഇതുപോലുള്ള ആൾക്കാരുണ്ട്. അതുപോലെയാണ് കുറെ എണ്ണം. ഈ കല്യാണം പിന്നെ നടക്കണോ വേണ്ടായോ? ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അപ്പൊ ഈ കല്യാണം നടക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെങ്ങനെ ബ്രദറെ, ഞാൻ അവന് വാക്ക് കൊടുത്തല്ലേ, ചതിക്കുന്നത് ശരിയാണോ? ഓടിച്ചു വിടേണ്ട കുറെ എണ്ണത്തെ ഞാൻ. ഇപ്പൊ അത് മുൻവിധിയില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ, അതായത് നിങ്ങൾക്ക് അനുകൂലമായത് പറയുന്ന ഒരു ദൈവത്തെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പ്രതികൂലമായത് പറയുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക്, കേൾക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക്. പ്രതികൂലമായത് പറയുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് വേണ്ട, അതാണ് നിങ്ങളുടെ ഇഷ്ടം. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവരിൽ ഒരാൾ മകൻ സെദേക്കിയ ഇരുമ്പ് കൊണ്ടുള്ള കൊമ്പുകൾ കൊണ്ട് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയാക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ച് പറഞ്ഞു. റാമോത്ത് ഗിലെയാദിനെതിരെ നീങ്ങുക, കർത്താവ്
അത് രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അതായത് ആ ഇസ്രായേൽ രാജാവ് ശത്രു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി. പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എടാ യുദ്ധത്തിന് പോണോ വേണ്ടായോ? പെട്ടെന്ന് പ്രവാചകന്മാർ ഈ രാജാവിന്റെ ഈ വലിയ സന്തോഷവും അനുമോദനവും ഒക്കെ കിട്ടാൻ വേണ്ടി, നീ പൊയ്ക്കോ, നീ ജയിച്ചു വരും, നീ അനുഗ്രഹം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പറച്ചിലും പറഞ്ഞുകൊണ്ടൊക്കെ വലിയ പ്രവചനം നടത്തുക. അപ്പൊ ഈ അഥവാ മാങ്ങയിലെറിഞ്ഞ ഒരു മാങ്ങ വീണ് അഥവാ രാജാവ് പോയി ജയിച്ചു വന്ന ഈ പ്രവചനം പറഞ്ഞവന്മാർക്കെല്ലാം കോളാം, ഭയങ്കര സമ്പത്ത് കൊണ്ടങ്ങ് നിറയ്ക്കും. അതുകൊണ്ട് ഇവന്മാർ ഈ രാജാവിനെ പുകഴ്ത്തി, നീ റാമത്തിൽ പൊയ്ക്കോ, നീ പോയി യുദ്ധം നടത്തിയോ. അപ്പം രാജാവിന് യുദ്ധത്തിന് പോണോന്ന് തന്നെ. അപ്പൊ രാജാവിന്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഇവന്മാരെ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ദൈവത്തിൽ നിന്നൊന്നുമല്ല, രാജാവിന് സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുക. തന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആരാണോ അവന് സന്തോഷിപ്പിക്കുക, അവന്റെ സപ്പോർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണിത്. അപ്പൊ ഇനി കേട്ടോളുക. മിക്കായെ വിളിക്കാൻ ചെന്ന രാജസേവകർ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. മീക്ക എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ചവൻ, അവൻ ജീസസ് വിഷന്റെ അകത്തുള്ള ഒരാളായിരുന്നു. അപ്പൊ പുള്ളിയെ വിളിക്കാനായിട്ട് ചെന്നു. പുള്ളിയെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കണക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിലുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ വിളിക്കാൻ ചെന്ന്, ദൈവം പറയുന്നത് മാത്രമേ പറയൂ എന്ന് പറഞ്ഞ ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കത്തില്ല. അത് രാജാവാണെങ്കിലും ആരാണെങ്കിലും തലകുനിക്കത്തില്ല. കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യം മാത്രമേ പറയൂ. നമുക്ക് അത് പറയാൻ അവകാശമുണ്ട്. നമ്മൾ ഇന്നേ വരെ ആ പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്ന പ്രസ്ഥാനമാണ്, ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ്. മനുഷ്യന്റെ മുമ്പിലെ മനുഷ്യന്റെ പ്രശസ്തി നോക്കാൻ നമ്മുടെ ശിഷ്യരെയും അനുവദിക്കത്തില്ല, ഞങ്ങളും തയ്യാറാവത്തില്ല. അതുകൊണ്ട് യേശുവിന്റെ വിഷനാണ്, അല്ലാതെ ഇതൊരു പ്രസ്ഥാനമല്ല. ഇത് യേശുവിന്റെ ദർശനം. അതുകൊണ്ടാണ് ജീസസ് വിഷൻ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഗ്രൂപ്പല്ല. ജീസസിന്റെ വിഷനാണ്. ഈ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണോ അതുപോലെ പ്രവചിക്കുക. അതുകൊണ്ടാണ് ജീസസ് വിഷൻ ഗ്രൂപ്പിലെ മെമ്പറാണെന്ന് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഒരു ട്രസ്റ്റിനെയോ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പിനെയോ ഉദ്ദേശിച്ചിട്ടല്ല. ജീസസ് വിഷൻ, യേശുവിന്റെ ദർശനം, അതുപോലെ പറയുന്നവൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് മീക്ക പ്രവാചകൻ. മീക്കായെ വിട്ടു കഴിഞ്ഞപ്പോൾ എന്താണ്? എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എല്ലാവരും വിളിക്കാൻ ചെന്ന ദൂതൻ പറയാ, പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് രാജാവിനെ പൊക്കിയാണ് പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, രാജാവിന് അനുകൂലമായിട്ടാ. അതുകൊണ്ട് നീ അവിടെ ചെന്നിട്ട് രാജാവിനെതിരെ ഒന്നും പറഞ്ഞു കളയരുത്, നീയും അനുകൂലമായി പ്രവചിക്കണം കേട്ടോ. പ്രവാചകനെ റിക്വസ്റ്റ് ചെയ്യുക. പറഞ്ഞു, കർത്താവാണ് എന്റെ ദൈവം അരുളി ചെയ്യുന്നത് എന്തോ അത് ഞാൻ പറയും. കർത്താവാണ്, മേളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ അത് നിന്റെ അപ്പനാണെങ്കിലും ശരി, അവന്റെ മുഖത്ത് നോക്കി അതുപോലെ പറയൂടാ. പിന്നല്ലയോ രാജാവ്, അവന്റെ മുഖത്ത് നോക്കി മേളിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതുപോലെ പറയും. നീ വേണേ എന്റെ ചെവിക്കലിനടിച്ചോ, നീ വേണേ എന്നെ കൊന്നോ, പറയാൻ പറയുന്നത് പറഞ്ഞിരിക്കും, ചെയ്യാൻ പറയുന്നത് ചെയ്തിരിക്കും. അടുത്തത് കേട്ടോളുക. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? മിഖായ പറഞ്ഞു, പോയി വിജയം വരിക്കുക. കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. അപ്പൊ മിക്ക ആദ്യം പറഞ്ഞ്, പോയി വിജയം വരിച്ചോളടാ, കർത്താവ് റാമത്ത് നിന്റെ കയ്യിൽ. അപ്പൊ രാഘാവിന് മനസ്സിലായി ഇത് ആഘാവിനെ കളിയാക്കുവാണെന്ന്. ആഘാവ് പറഞ്ഞു, എടാ നീ സത്യം പറഞ്ഞോണം, കർത്താവ് എന്താടാ നിന്നെ പറഞ്ഞെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നീ ചത്തുകൂടാ, നിന്നെ പിടിക്കപ്പെടും, ഉള്ള പ്രവചനം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മുഖത്ത് ചിലവർക്ക് ഈ ആഘാവ് രാജാവിന്റെ അണക്ക.
തന്നോയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറയണം. പ്രതികൂലമായി കാര്യങ്ങൾ പറഞ്ഞാൽ അവ പ്രശ്നം ഉണ്ടാക്കും. ഈ വചനത്തിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തനി മെസ്സേജ് മീക്ക പറഞ്ഞു. അപ്പോൾ ഇതാണ് മിഖായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് നാഥനില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ആദ്യം എന്താണ് പറയുന്നത്? തനിക്ക് അനുകൂലമല്ലാത്ത പ്രവസിയോ തനിക്ക് ഇഷ്ടമല്ലാത്ത തന്റെ തെറ്റിനെ പൂശുന്ന തരത്തിലുള്ള ഉപദേശമോ തരാത്ത ഏതൊരു ദാസനോടും ഏതൊരു പ്രാർത്ഥനക്കാരനോടും വെറുപ്പ് പുലർത്തുന്നവർ ഉണ്ടാവാം. ദൈവമക്കൾ കുലുങ്ങരുത്. ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കുട്ടികൾക്ക് വേണ്ടി. എന്തിനാണ് കുട്ടികളോട് ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പോൾ ചില അച്ഛന്മാരോട്, ചില പാസ്റ്റേഴ്സിനോട്, ചില ബ്രദറന്മാരോട് വെറുപ്പുണ്ടോ? എന്ത് കാരണത്താലാ വെറുപ്പ് വന്നത്? നിന്റെ തിന്മ അത് തിന്മയാണെന്ന് അവര് പറഞ്ഞു. നിന്റെ പ്രേമം അത് തിന്മയാണെന്ന് പറഞ്ഞു. നിന്റെ ഒളിച്ചോട്ടം തിന്മയാണെന്ന് പറഞ്ഞു. നീ മാതാപിതാക്കളെ കരയിപ്പിച്ചത് തിന്മയാണെന്ന് അവര് പ്രസംഗിച്ചു. അത് കാരണം നിന്റെ ഉള്ളിൽ കേറിയ, നിന്റെ ഉള്ളിൽ വ്യാപരിച്ച വെറുപ്പാണ് ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വാർത്ഥതയ്ക്കെതിരെ അവര് പ്രസംഗിച്ചു. നിന്റെ തെറ്റായ പോക്കിനെതിരെ അവര് ക്ലാസ് എടുത്തു. അതാണ് നിനക്ക് അവരോട് ഇത്ര വെറുപ്പ്. എന്നാൽ മീഖായോടും അതായിരുന്നു ഒരു രാജ്യത്തിനുള്ള വെറുപ്പ്. പക്ഷെ ഓർത്തുകൊള്ളണേ, മീഖായ്ക്ക് ദൈവമുണ്ടായിരുന്നു. ഈ ദൈവദാസന്മാരെ നാളെ ഉയർന്നു നിൽക്കത്തോളൂ. അല്ലാതെ തിന്മയെ താലോലിച്ച് പ്രസംഗിക്കുന്നവനും തിന്മ ശരിയാണ്, കുഴപ്പമില്ല, അത് നീ പ്രശ്നമില്ല എന്ന സാഹചര്യം അനുസരിച്ച് പ്രശ്നമില്ല എന്ന് പറയുന്നവനും ദൈവദാസന്മാരല്ല. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ധ്യാനത്തിന് വന്ന ഒരു പെൺകൊച്ച്, അവള് അന്നുണ്ടായിരുന്ന ബ്രദേഴ്സിനെയൊക്കെ വിളിച്ചു. അപ്പൊ ഞങ്ങള് അതിന്റെ മാതാപിതാക്കൾ വന്ന് ചോദിച്ചു, മോൾ ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തില്ല, അപ്പൊ അതിന്റെ കല്യാണം ഒന്ന് നടത്തണോ വേണ്ടായോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് എന്ത് പറ്റിയോ ഞാനങ്ങ് എടുത്തതും കർത്താവ് തനി സ്വഭാവം കാണിച്ചു. ഞാൻ ഈ കല്യാണത്തിനില്ല, ഇത് കർത്താവിന്റെ ഹിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജാ കിട്ടിയത്. ഞാൻ അതുപോലെ അയാൾക്ക് പറഞ്ഞു, ഈ മാതാപിതാക്കൾ. അയാൾ ഇന്ന് മോളോട് പറഞ്ഞു, ശുഭ്രദർ പറഞ്ഞു, ഇത് ദൈവഹിതമല്ലാത്ത കല്യാണം, ഇത് വേണ്ടെന്ന് പറഞ്ഞു. അവളെ അപ്പനറിയാതെ അവൾ 5-6 കൊല്ലം ഈ സ്നേഹിച്ച് കിടന്നിട്ട് നമ്പർ അടിച്ച് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയതാ. സംഭവം മനസ്സിലാകുന്നുണ്ടോ? അവനോട് അവന്റെ വീട്ടുകാരോടൊക്കെ വരാൻ പറഞ്ഞു. ഒരു ബ്രോക്കറിനെ ഇവള് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച്, അങ്ങനെ ബ്രോക്കർ വന്ന് ആലോചന എടുത്ത് അപ്പനെ അമ്മയും ചതിച്ച് ഇവള് പതുക്കെ 5 വർഷം സ്നേഹിച്ചുകൊണ്ടിരുന്ന പയ്യനെ കൊണ്ടുവന്നതാ. കർത്താവ് ഇത് കണ്ടു. കർത്താവ് ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് ദൈവഹിതമല്ല എന്നുള്ളത് കർത്താവ് കണ്ടു. കർത്താവ് അതുപോലെ പറഞ്ഞു. അവസാനം അവക്ക് കലിയായി. അവിടെ കള്ളത്തരമെല്ലാം പൊട്ടിയില്ലയോ? അവക്ക് എന്നോട് ദേഷ്യമായി. അവസാനം ഇവളെന്ത് തരട്ടെ, അവന്റെ കയ്യിൽ ഫോൺ കൊടുത്ത, ഏതാ, കാമുകന്റെ കയ്യിൽ. കാമുകൻ ഒരു പിറ്റേന്ന് ധ്യാനമാ പഴകുളത്ത്. തലേന്ന് ഒരു 11-10 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, കർത്താവ് എന്തുകൊണ്ടാ ഞങ്ങളുടെ കല്യാണം ഇഷ്ടം? ഞാൻ പറഞ്ഞു, അത് ഞാൻ നിനക്ക് എന്ന മെസ്സേജ് അല്ലല്ലോ, എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്ന കുടുംബം ആയതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിയാണല്ലോ, നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ബ്രദറെ, അത് കാര്യമൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചിലത് ദൈവഹിതമല്ലാത്തതുണ്ട്, ചിലത് ദൈവഹിതമായതുണ്ട്. നിന്റെ ഹിതം, നിനക്കുള്ള ഹിതം വേറെയാണ്, അവക്കുള്ള ഹിതം വേറെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ മെസ്സേജ് വരുന്നത്. നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളാൻ പറഞ്ഞു. കർത്താവിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മുമ്പിലും കീഴടങ്ങത്തില്ല. ചിലപ്പോൾ അതരങ്ങളിലൂടെ കർത്താവിന്റെ ആത്മാവ് പറയിപ്പിക്കും. ഒരു മനുഷ്യന്റെ മുമ്പിലും കീഴടങ്ങത്തില്ല. നിങ്ങൾക്കറിയോ, ദുബായിൽ വെച്ച് ഒരു അത് 2000-ലാ, ആ ദയറയിൽ ഞാൻ താമസിക്കുമ്പോൾ ഒരു ധനവാൻ വന്ന് കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് ഭയങ്കര ധനവാ. വന്നത് മെഴ്സിഡീസ് കാറിലൊക്കെയാ വന്ന് കൗൺസിലിങ്ങിനായിട്ട് വന്നതാ. മോനെയോ മോളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ആ ധനവാനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ പോകുമോ? അത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പോകാറ്. ബൈബിൾ വായിക്കുമോ?
ബൈബിൾ മലയാളം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടല്ലോ, അത് നേരം കിട്ടത്തില്ല ബ്രദർ. ഞാൻ വന്നത് ബ്രദറെ അതിനൊന്നുമല്ല. എൻ്റെ കാര്യം പറയാം, എൻ്റെ മക്കളുടെ കാര്യം പറയാൻ. ഞാൻ പറഞ്ഞ ഈ മക്കള് നിങ്ങളുടെയാണോ? അത് മക്കളെന്റെയാ? അപ്പൊ പിന്നെ നിങ്ങളോട് പറയണ്ടേ? മക്കള് വല്ലവന്റെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മാറി നിൽക്കാം. മക്കള് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ അറിയണം ദൈവത്തെ. നിങ്ങൾ അറിഞ്ഞാലേ ആ അനുഗ്രഹം മക്കളുടെ മേൽ പോത്തുള്ളൂ. അത് നിങ്ങളും കൂടെ അറിയണം, അല്ല മക്കൾ മാത്രം അറിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി, ടോൺ മാറി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ശരി ഞാൻ അറിയാം. ഞാൻ എന്തിനാണ് അറിയണം ബ്രദറിന്റെ അടുത്ത്? അങ്ങനെ ബ്രദറിന് തോന്നാൻ കാരണം എന്താ? അപ്പൊ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, അതൊരു ന്യായമാണല്ലോ അയാൾ ചോദിക്കുന്നത്. എന്തിനാണ് അറിയണം എന്ന് പറയുന്നതിന് ഒരു ന്യായമുണ്ടല്ലോ. ഞാൻ പറഞ്ഞിരിക്കെ ഇരുന്നു. ഒന്ന്, താങ്കൾക്കൊരു ആത്മാവുണ്ട്, അത് ദൈവരാജ്യത്തിൽ പോണം. 2, താങ്കളുടെ ആത്മാവ് വിലപ്പെട്ടതാണ്, അത് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് താങ്കൾ ശുദ്ധി പ്രാപിക്കണം. കാരണം ആ ആത്മാവിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കാൽവരി മലയിൽ മരിച്ചത്. താങ്കൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. അത് താങ്കൾ സ്വീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അതാണ് 2ാമത്തെ വിഷയം. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു. 3ാമത്, താങ്കൾ കടക്കാരനാകും. ഈ ദുബായിൽ നിന്ന് കടം കയറി രാത്രിക്ക് രാമായണം മുങ്ങണ്ട വരും. ആ സാഹചര്യം പിശാചൊരുക്കുന്നുണ്ട്. താങ്കൾ ദൈവത്തെ അറിയണം. അയാൾ അപ്പോഴേ ഫാമിലിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു വിട്ട, എന്നെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ടായ, അയാൾ അന്ന് രാത്രി ഉറക്കിയില്ലെന്ന് പറയുന്നിട്ട്. കൂടെ വെള്ളമടിക്കും, കൂടെ തെറി വിളിക്കും, കൂടെ വെള്ളമടിക്കും, കൂടെ അങ്ങേരെ തെറി വിളിക്കും. എന്നിട്ട് അങ്ങേരെ അടുത്ത് പറഞ്ഞു, നിന്റെ ആ ബ്രദർ ഉണ്ടല്ലോ, ദുബായിൽ നിന്ന് കടക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഞാനുണ്ടല്ലോ അവനെ ഈ ദുബായിൽ നിന്ന് കടക്കാത്ത വിധത്തിലാക്കും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയൊക്കെ അന്ന് പരട്ടി. അപ്പൊ ഞാൻ അയാൾ എന്നെ വിളിച്ചു. 2000-ലാ ഞാൻ ആദ്യമായിട്ട് ദുബായി പോയിണ്ടെന്ന്. പേടിച്ച് വിറച്ചുപോയ ദിനങ്ങളൊന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എന്തോ ഈ പറഞ്ഞത്, അത് ആകെ വിഷയമായിരിക്കുവാണ്, അയാൾ ഭയങ്കര കോളിലൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ നടക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എനിക്കറിയേണ്ട കാര്യമില്ല, എന്ത് സഹനവും സഹിക്കാൻ തയ്യാറാ, പറയാൻ ഏൽപ്പിച്ചത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അയാൾ എനിക്കെതിരെ ഒന്നും തിരിഞ്ഞൊന്നുമില്ല. കർത്താവിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ എനിക്കെതിരെ തിരിഞ്ഞില്ല. ഞാൻ 2004-ൽ ചെന്നു. 2004-ൽ ചെന്നപ്പോ ഒരാൾ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. എനിക്ക് ഇയാളെ ഓർമ്മയില്ലായിരുന്നു. അയാൾ വന്നപാടെ എന്റെ കാലെ തൊട്ട് വീഴാൻ തുടങ്ങി. മാപ്പ് പറയണു. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, ആരാന്ന് ചോദിച്ചു. ബ്രദറിന് ഓർമ്മയുണ്ടോ അന്ന് ഒരു ധനവാൻ മെസിഡിസി കാറി വന്നത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ആ ഉണ്ട്. ഞാൻ നോക്കി നോക്കണ ഒരു ചീർത്ത് കുറ്റിത്താടിയൊക്കെ വെച്ച്. ഞാൻ ചോദിച്ചു, അയ്യോ എന്തു പറ്റി? ബ്രദർ പറഞ്ഞ പോലെ സംഭവിച്ചു, ഞാനിപ്പോൾ ഒളിച്ചാ താമസിക്കുന്നത്, മൊത്തം പ്രശ്നമായി. ഞാൻ രാത്രിക്ക് രാമായണം എന്റെ വീട്ടുകാരെ ഞാൻ നാട്ടിൽ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ അവർ ജയിലിലായി എന്നെ. ഞാൻ എൻ്റെ ബിസിനസ് മൊത്തം പൊളിഞ്ഞു, മൊത്തം ഇതായി. എനിക്ക് അന്ന് മുതൽ ഞാൻ ബ്രദറിനെ തപ്പി നടക്കുക, ഒന്ന് കാലേ വീഴാൻ, ഒന്ന് മാപ്പ് ചോദിക്കാൻ ഞാൻ തപ്പി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കിക്കൊള്ളാം. ഇങ്ങനെ ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനുള്ള ടൈമാണ് ഈ ടൈം. ഈ സമയത്ത് മാനസാന്തരപ്പെടണം. ഈ സമയത്ത് റീതിങ്ക് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം, നിന്റെ പോക്ക് കറക്റ്റ് ആണോ? ഈ ദൈവത്തിനെതിരെ, ഈ ദൈവത്തിന്റെ കാര്യത്തിനെതിരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുള്ള നിന്റെ പോക്ക് കറക്റ്റ് ആണോ? ചിലവരുണ്ട്, എവരിത്തിങ് ഈസ് ഒരു ട്രവൽ പോലെ, അല്ലെങ്കിൽ എല്ലാം ഒരു നിസ്സാരം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ചെറുപ്പക്കാർ, ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. വളരെ അപകടമാണ്. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, പഠിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല. എല്ലാം ട്രവലാണ്, എല്ലാം ഒരു നിസ്സാരമാണ്, എല്ലാം ഒന്നും വിഷയമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില കുട്ടികളുണ്ട്. ശ്രദ്ധിക്കണം, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്, അവരെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഇന്നത്തെ ദിവസമല്ല നാളത്തെ ദിവസം, മറ്റന്നാളത്തെ ദിവസം. ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹം നേടിയാൽ നാളെ മറ്റന്നാളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കുട്ടികളെ. അതുകൊണ്ട് അവര് പ്രാർത്ഥനയ്ക്ക് പോകുക നിസ്സാരമായിട്ട് കണക്കൂട്ടും. അതേപോലെ തന്നെ വചനം കേൾക്കാൻ പറയുക, അവർക്ക് ഇരിക്കത്തില്ല, അവർക്ക് അതൊക്കെ നിസ്സാരമാണ്. പള്ളി എന്തിന്? പള്ളി പോയാൽ കൊടിമരത്തിന്റെ അവിടെ പോയിരിക്കും.
ഇരിക്കത്തില്ല, പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഞൊളപ്പായിരുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു 91 ഒരു ധ്യാനം, അന്ന് ഇവിടുന്ന് വണ്ടി വിളിച്ച് ട്രാൻസ്പോർട്ട് ബസ് ബുക്ക് ചെയ്ത ഒരു ഗ്രൂപ്പ് ആ ധ്യാനത്തിന് കൊണ്ടുപോവുക. ഞാനൊക്കെ അന്ന് കൊച്ചു പയ്യന്മാരാ. അന്ന് ഞങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവരാ കൊണ്ടുവന്നത്, ഈ ചേട്ടന്മാരാ കൊണ്ടുവന്നത്. അങ്ങനെ ഈ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഈ ചേട്ടന്മാര് തന്നെ വണ്ടി വിളിച്ച് തിരിച്ച് നമ്മുടെ വീടുകളിൽ കൊണ്ടുവിടും. അങ്ങനെ തിരിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞ് മാനസാന്തരമൊക്കെ പെട്ട് തിരിച്ചു വരിക. ഇനി കേട്ടോണം കഥ. തിരിച്ചു വന്നപ്പോൾ ഈ ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ ഒരു അനുഭവം ഉണ്ട്, പറഞ്ഞുതരാം. എന്തോന്നറിയോ? അങ്ങോട്ട് പോകുമ്പോൾ സിനിമാ കഥ പറഞ്ഞിരിക്കുന്നവർ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോ എങ്ങനെ ആയിരിക്കും? കൈയടിച്ച് പാട്ടൊക്കെ പാടി, ഓ ഇപ്പൊ കർത്താവിനെ ഇപ്പൊ താഴെ കൊണ്ടുവരും, ആ രീതിയിലാണ് തിരിച്ചു പോകുന്നത്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഒരു പ്രത്യേക അരൂപിയിലാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങളും അതുപോലെ തന്നെ ധ്യാനം കഴിഞ്ഞ് 91 തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് പാട്ട് തുടങ്ങി. എല്ലാവരെയും പങ്കെടുപ്പിക്കുക പാട്ടിൽ. പാട്ട് ഇതാണ്: അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോവിൻ ദൈവം കൂടെയുള്ളതാൻ. ഇതാണ് പാട്ട്. അപ്പൊ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ അങ്ങനെല്ലാം തപ്പൊക്കെ എടുത്ത് അടിച്ചിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അബ്രഹാമിൻ ദൈവം ഇതങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കൊണ്ടുവന്നതിൽ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ ഇവന്മാര് ധ്യാനം കൂടിയിട്ട് ഇവന്മാർക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഈ വണ്ടി വിളിച്ചവന്മാര് ഇവന്മാർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവന്മാർ ഈ അബ്രഹാമിൻ ദൈവം എന്ന് പറയുമ്പോൾ ഇവന്മാരുടനെ ഒരു എക്കോ ഇടിയിലുണ്ട്. ദൈവം 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 എന്ന് പറഞ്ഞുകൊണ്ട് എക്കോ ഇടും വലിയ വയല്. ഇസഹാക്കിൻ ദൈവം, ദൈവം 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 എന്ന് പറയും. അപ്പോഴത്തേക്ക് ഈ പാടുന്നവർക്കെല്ലാം അസ്വസ്ഥതയായി. ശരിയായ ആരാധനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ ഞങ്ങളന്ന് 2-3 പേര് ഇച്ചിരി മുതിർന്നവരുണ്ടായിരുന്നു. അവര് ഈ വെളുപ്പന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണ് വണ്ടി ബുക്ക് ചെയ്തത്, കാര്യമൊക്കെ ശരിയാ, പക്ഷേ അബ്രാമിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വെളുപ്പത്തരം കാണിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന്മാര് പറഞ്ഞു, ഓ തമാശയുടെ കെടുത്താൽ മതി. ഏതാ അബ്രാമിന്റെ ദൈവത്തെയോ? അബ്രാമിന്റെ ദൈവം അല്ല, ഇസാഖിന്റെ ദൈവത്തെയും അങ്ങനൊന്നും കണക്കൂട്ടണ്ട, ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. നിങ്ങൾ പാട്ട് പാട് അബ്രാമിന്റെ ദൈവം. എന്നിട്ട് ഇവന്മാര് പെണ്ണുങ്ങളടുത്ത് പറയും, പാടാൻ പറയും. പെണ്ണുങ്ങളില്ല, അരൂപി നിൽക്കുന്ന പെണ്ണുങ്ങളില്ലല്ലോ. വീണ്ടും അബ്രഹാമിൻ ദൈവം, ഇവന്മാര് ദൈവം ദൈവം ദൈവം. അപ്പൊ അതിന്റെ ലീഡർ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ലീഡർ അമ്മിനോട് കല്യാണമൊക്കെ കഴിച്ചു, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ് മന്ദബുദ്ധിയായിരുന്നു. കേട്ടോ? എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോളുക. പ്രാർത്ഥന ഇരുന്നുകൊണ്ടേ വെളിപ്പത്തരം കാണിച്ചിട്ടെ കിണ്ണോന്നൊക്കെ കാണിക്കത്തില്ലയോ, ചിണിയും ബഹളമായിട്ടൊക്കെ ഇരിക്കത്തില്ലയോ? ഓർത്തോണം, നിന്റെ തലമുറയെ നശിപ്പിക്കുകയാണ്. അബ്രാമിന്റെ ദൈവത്തിനെതിരെയാ കളി നിന്റെ, അബ്രാമിന്റെ ദൈവത്തിനെതിരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും അബ്രാമിന്റെ ദൈവം ശിക്ഷിച്ച് മന്ദബുദ്ധി കൊച്ചിനെ കൊടുത്തയാണെന്ന് വിചാരിക്കും. അങ്ങനെ കരുതണ്ട. അങ്ങനെ കരുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിരിച്ചും കരുതാം, മറ്റൊരു കരുതലും കൂടെ കരുതാം. അതായത് നീ കൈനീട്ടി നിന്റെ കുടുംബത്തില് മന്ദബുദ്ധി കൊച്ചുങ്ങൾ ജനിക്കണം എന്ന് നീ ആഗ്രഹിച്ച് നീ കൈനീട്ടി എടുക്കണമെങ്കിൽ അബ്രാമിന്റെ ദൈവത്തെ കളിയാക്കിയാൽ മതി. യേശുക്രിസ്തുവിനെ, നിന്നെ രക്ഷകനും നാഥനുമായി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ കളിയാക്കിയാൽ മതി. അപ്പൊ നീ കൈനീട്ടി എടുക്കുന്നതിന് തുല്യ. തിരിച്ചു പറയുമ്പോഴാണല്ലോ പ്രശ്നം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നീ തന്നെ നിന്റെ കുടുംബത്തിൽ മന്ദബുദ്ധി കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നീ തന്നെ കൈനീട്ടി എടുക്കുന്നതാണ് ഈ അബ്രാമിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ കളിയാക്കുന്നത്. അതുകൊണ്ട് വളിപ്പത്തരം കാണിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നിന്റെ വീട്ടില് അപ്പനും അമ്മയും ഇരുന്ന് തമാശ പറയുമ്പോൾ അവരെ നോക്കി വളിപ്പത്തരം കാണിച്ചാലും അബ്രാമിന്റെ ദൈവത്തിനെതിരെ കളിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? യേശുക്രിസ്തുവിനെതിരെ കളിക്കരുത്. അവന്റെ അത്യുന്നതനായ ദൈവമാണ്.
അവനെ എപ്പോഴും കാൽവരി മല ക്രൂശി കിടന്നുകൊണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നവനല്ല ഇനി. രാജാതിരാജനും അധികാരിയുമാണ് അവൻ ഇനി. അവൻ ഫൈനൽ ജഡ്ജ്മെന്റ് നടത്തുന്നവനാണ്. അതുകൊണ്ട് ഭയഭക്തി ഉണ്ടാവണം കുഞ്ഞുങ്ങൾക്ക്. ദൈവം എന്ന് കേൾക്കുമ്പോൾ സ്നേഹവും ഭയവും ഉണ്ടാവണം, ആദരവുണ്ടാവണം കുട്ടികൾക്ക്. ഈ പറയുന്ന ക്ലാസ്സുകൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ പറയാം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കത്തില്ല. അങ്ങനെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരിക്കണ്ട. ഇത് കർത്താവിന്റെ ഹിതമനുസരിച്ചേ എടുക്കത്തുള്ളൂ. ഇതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് കേട്ടപ്പോ പേടി തോന്നിയവർക്ക്, അല്ലെങ്കിൽ ഇത് കേട്ടപ്പോ ഇഷ്ടപ്പെടാത്തവര്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തനിയെ ഇഷ്ടം തോന്നിക്കോളും. ഇന്ന് രാത്രി കർത്താവിനെ ധ്യാനിച്ച് കിടക്കുക. രാവിലെ ആകുമ്പോൾ കർത്താവിനോട് ഇഷ്ടം തോന്നും കേട്ടോ. അതേ ഉള്ള എൻ്റെ അകത്തുള്ള ഐഡിയ. രാത്രി പറഞ്ഞതെല്ലാം കേട്ട് ധ്യാനിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിനെ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് വേർതിരിക്കുകയോ അല്ലെങ്കിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയോ ചെയ്യുകയില്ല. പൗലോസ് വളരെ ശക്തമായി ഇതിനേക്കാൾ അപ്പുറമായി സഭയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം പാപബോധത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും ന്യായവിധി ബോധത്തെക്കുറിച്ചും പ്രസംഗിക്കാനുള്ളതാണ്. ഇത് മൂന്നും പ്രസംഗം നടത്തിയിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ പഠിച്ചത്, കുട്ടികൾ ശ്രദ്ധിക്കുക, ഇന്ന് നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ: ഒന്ന്, വേറിട്ട് നിൽക്കുന്ന ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു കുടുംബത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ. കുടുംബത്തോടും ദൈവത്തോടും ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറുന്നത്. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന സ്വഭാവങ്ങളെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മൂന്നാമത്തത് എന്താണ്? നിങ്ങൾക്ക് രണ്ടാമത്തെ വിഷയം, നിങ്ങൾക്ക് അനുകൂലമല്ലാതെ പ്രസംഗിക്കുന്ന പ്രവാചകരോടുള്ള വെറുപ്പ്, വിരോധം, ഇതെല്ലാം നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ തെറ്റുകളെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നും പ്രസംഗിക്കുന്ന പ്രസംഗം മാത്രം നിങ്ങൾ ഇനി മുതൽ കേൾക്കാൻ പോയാൽ മതി. ഇതാണ് കർത്താവിന്റെ തീരുമാനം. തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന പ്രസംഗങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അല്ലാതെ നിങ്ങളെ സോപ്പിട്ടുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തിയടിക്കുന്ന ബോബനും മോളിയും കഥകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? തെറ്റും ശരിയും മനസ്സിലാക്കണം. കുട്ടികൾക്ക് നന്മ തിന്മകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്മയേതാ തിന്മയേതാ എന്ന് കുട്ടികൾക്ക് ബോധമുണ്ടാകണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് പ്രവചനമോ പ്രസംഗമോ മെസ്സേജോ എടുത്തു തന്നാൽ വെറുപ്പോടുകൂടി കാണരുത്. അത് ദൈവിക സ്വരമാ, അത് ദൈവത്തിന്റെ ശബ്ദമാ. പറഞ്ഞു മനസ്സിലായി? വെറുപ്പോടുകൂടി കണ്ടാലും പ്രവാചകർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ കുഴപ്പം, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. അത് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. മൂന്നാമത്തത്, എവറിത്തിങ് ഈസ് ട്രിവലായിട്ടുള്ള, അതായത് എല്ലാം നിസ്സാരമായി കണക്ക് കൂട്ടുന്ന ക്യാരക്ടർ നിങ്ങൾ മാറ്റണം. അതും പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ സഭയുടെ കാര്യത്തിൽ, ദൈവത്തിന്റെ കൂട്ടായ്മയുടെ കാര്യത്തിൽ നിസ്സാരമായി കണക്ക് കൂട്ടുന്ന എന്തിനേയും നിങ്ങൾ മാറ്റണം. മാറ്റിയിട്ട് അബ്രാമിന്റെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ തീക്ഷ്ണതയുള്ളവരായി മാറുവാൻ നിങ്ങൾ പഠിക്കണം.